ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? There are 4 men and 3 women. Find the probability of selecting 3 of which exactly 2 are women, no women, at least 1 woman, at least 2 women, then at most 2 women. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 are വിമൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇതിൽ രണ്ട് പേരെന്താകണം? വിമൻ ആകണം എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഔട്ട്കംസ്, അതായത് ഇവിടെ വരുന്നത് 4 മെൻ ആണ് വരുന്നത്, അതേപോലെ തന്നെ 3 വിമൻ ആണ് വരുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണ് വരുന്നത്? 7 ആണ് ടോട്ടൽ വരുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 ആർ വുമൺ എന്നതിന്റെ ആൻസർ ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 വിമൺ ആണ് എക്സാക്ട്ലി വരുന്നത്, അതായത് 2 വിമൺ ആണ് വരുന്നത്. വിമൺ എത്രയാണ്? ടോട്ടൽ വരുന്നത് 3 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ എടുക്കുന്നു, വിമണിന്റെ 3 ആണ്. 3C അതിന്റെ കോമ്പിനേഷൻ കാണുമ്പോൾ 3C, ഇവിടെ 2 വിമൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അപ്പൊ 3C2 എന്ന് വരും. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 3 ഓഫ് വിച്ച് എന്ന് പറയുന്നുണ്ട്. ഇതിൽ 3 പേരെയാണ് ടോട്ടൽ സെലക്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി 2 പേര് വിമൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ ആരായിരിക്കും? മെൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇൻറ്റു എന്താകണം? അതായത് 2 വിമണും ആൻഡ് എന്താണ് 1 മെൻ ആണ് വരുന്നത്. അതായത് ഇവിടെ മെൻ വരുന്നത് എത്രയാണ്? ടോട്ടൽ 4 ആണ്. 4C1, അതായത് 2 അതേപോലെ 1, ടോട്ടൽ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 2ഉം 1ഉം 3 പേരെയാണ്. അപ്പൊ ഇവിടെ വിമണിൽ നിന്നും നമ്മൾ 3 പേരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യുന്നു. മെന്നിൽ നിന്നും 4 പേരിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. ഡിവൈഡഡ് ബൈ, അതായത് നമ്മൾ സാധാരണ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ആണ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ടോട്ടൽ നമ്പർ വരുന്നത് എത്രയാണ്? 7 ആണ്. 7 നമ്മൾ 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 7C3 എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യണം. ആദ്യം നമ്മൾ 3C2 വർക്ക്ഔട്ട് ചെയ്യുന്നു, അതായത് 3 ഫാക്ടോറിയൽ 2 സ്ഥാനം വരെ നമ്മൾ എടുക്കണം. അതായത് 3 into 2 വരും. അതായത് 3 അതിന്റെ താഴോട്ട് വരുന്ന സംഖ്യയിൽ, നാച്ചുറൽ സംഖ്യയിൽ വരുന്നത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇവിടെ 2 ആണ് വരുന്നത്, ഇപ്പൊ 2 into 1 വരും. അപ്പൊ 2 വെട്ടിപ്പോകുന്നു. ആൻസർ ഇവിടെ എന്ത് കിട്ടും? 3C2 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. ഇനി 4C1 ആണ്. 4C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ആൻസർ വരിക? 4 ആണ്. അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ 4 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. ഇനി 7C3 കാണണം. 7C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുക? 7 into 6 into 5, ഇവിടെ 3 സ്ഥാനം വരെയാണ് എടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 3 into 2 into 1 എന്ന് വരും. ഇവിടെ 2 6 വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 3 into 2 ആണ് 6. ഇനി ഈ 3യും 3യും വെട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 7 into 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് 7 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 35 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഇവിടെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു 3C2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എത്രയാണ്? 3 ആണ്. ഇൻറ്റു 4C1 എന്ന് പറയുന്നത് 4 ആണ്. ഡിവൈഡ് ബൈ എന്ത് വരും? 35, അതായത് 12 ഡിവൈഡ് ബൈ 35 എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോ വിമൻ ആണ്. ഓക്കെ, തീരെ വിമൻ ഇല്ലാത്തതാണ് ചോദിക്കുന്നത്. അതായത് തീരെ വിമൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3 പേരും മെൻ ആയിരിക്കും. 3 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ 3 പേരും മെൻ ആയിരിക്കും. എന്ന് പറഞ്ഞാല് മെന്ന് ടോട്ടൽ എത്രയാണ്? 4 ആണ്. 4C3 ആണ് നമ്മൾ ടോട്ടൽ സെലക്ട് ചെയ്യുന്നത്. 4C3 ഡിവൈഡഡ് ബൈ എന്ത് വരും? ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ 7 ആണ്. 7C3 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ 4C3 വർക്ക്ഔട്ട് ചെയ്യുന്നു. 4C3 എന്ന് പറഞ്ഞാല് 4 into 3 into 2 എന്ന് വരും. ഇനി 3 into 3 ഫാക്ടോറിയൽ 3 into 2 into 1, 2 വെട്ടിപ്പോന്നു.
3 വെട്ടിപ്പോകുന്നു. ഇപ്പൊ ആൻസർ ഇവിടെ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി 7C3 എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 7 into 6 into 5. ഇനി 3 into 3 ഫാക്ടോറിയൽ 3 into 2 into 1. 3 സ്ഥാനത്തേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഇതിനെ വെട്ടാം. 3 into 2 6 വരും. ഇനി 3 വെട്ടിപ്പോകും. ഇപ്പൊ 7 into 5 എന്ന് കിട്ടും, അതായത് 35. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെ കിട്ടും? ഇവിടെ 4C3 എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 7C3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 35 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 4 ഡിവൈഡ് ബൈ 35 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 വിമൺ ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 വിമൺ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് 1 വിമൺ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 1 മൈനസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ ആണ്. ഓക്കെ, ഗെറ്റിംഗ് നൺ എന്നുള്ളതാണ്. ഒരു വിമന്റെ കേസിൽ മാത്രമാണ് ഈക്വേഷൻ അപ്ലൈ ചെയ്യുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ ആണ്. വിമണി ഇല്ലാത്ത പ്രോബബിലിറ്റി, വിമൺ വരാൻ സാധ്യതയില്ലാത്ത പ്രോബബിലിറ്റി, അത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് ഒന്നിൽ നിന്നും. വിമൺ ഇല്ല എന്ന് പറഞ്ഞാല് അവിടെ എന്താണ്? മെന്ന് മാത്രം കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ വരും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ. നേരത്തെ നമ്മൾ ചെയ്ത സാധനം തന്നെ, അതായത് മെന്ന് മാത്രമേ വരും. 4C 3 പേരും മെന്ന് തന്നെ ആകുന്നു. 4C3 ഡിവൈഡ് ബൈ ടോട്ടൽ 3 ആണ് 7C3 ആണ് ടോട്ടൽ വരുന്നത്. 7C3 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ഇതേപോലെ വരും. ഇത് നേരത്തെ നമ്മൾ ചെയ്ത സാധനമാണ്, തൊട്ട് മുമ്പ് ചെയ്ത രണ്ടാമത് ചെയ്ത സാധനമാണ് 4C3 ഡിവൈഡ് ബൈ 7C3 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. നേരത്തെ അതിന്റെ ആൻസർ കിട്ടിയത് നമുക്ക് 4 ഡിവൈഡ് ബൈ 35 ആയിരുന്നു കിട്ടിയത്. ഒന്നുകൂടെ നോക്കുക, ഇവിടെ അറ്റ്ലീസ്റ്റ് 1 വിമൺ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 1 മൈനസ് എന്ത് കാണുക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിമണിനെ കിട്ടാത്തതിന്റെ പ്രോബബിലിറ്റി, വിമണ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് മെന്നായിരിക്കും. ഫുള്ള് മെന്നാകാനുള്ള പ്രോബബിലിറ്റി ആണ്. ഫുള്ള് മെന്നാകാനുള്ള പ്രോബബിലിറ്റി ആണ് 4C3. അതായത് 3 ആരാകുന്നു? മെന്നാകുന്നു. 3 ഈ 4 പേരാണ് മെന്ന് വരുന്നത്. അതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണുന്നത്. അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 1ൽ നിന്നും ഇതിനെ മൈനസ് ചെയ്യണം. അതാണ് 1 മൈനസ്. ഇത് ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് കൊണ്ടാണ് 4/35 എന്ന് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യണം. ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 ഉള്ളതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 35 മൈനസ് എന്ത് വരും? 4 into 1. ഇതിന്റെ ഇടയിൽ ഒരു 1 ഉണ്ടാവും. ഓക്കെ, ഡിവൈഡ് ബൈ എന്ത് വരും? 1 into 35. ഇത് നമ്മൾ പണ്ട് പഠിക്കുന്ന സാധനമാണ്. A/B മൈനസ് C/D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. AD മൈനസ് BC ഡിവൈഡ് ബൈ BD എന്നുള്ള രൂപത്തിലാണ് ഈ ഇക്വേഷൻ വർക്ക്ഔട്ട് ചെയ്യാൻ. അതേപോലെയാണ് ഇത് ചെയ്യുന്നത്. അതായത് എങ്ങനെ വരും? 35 മൈനസ് 4 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടും. ഓക്കെ, അതായത് 35ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 31 ഡിവൈഡഡ് ബൈ 35 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 31 ഡിവൈഡ് ബൈ 35 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ ജസ്റ്റ് മാറ്റം മനസ്സിലാക്കുക. നൺ ഓഫ് അറ്റ്ലീസ്റ്റ് 1 വിമൺ ആണ് ചോദിച്ചതെങ്കിൽ, അറ്റ്ലീസ്റ്റ് 1 വിമൺ ആണ് ചോദിച്ചെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം നമ്മൾ. ഫോർത്ത് വൺ വരുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വിമൺ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെയും ചെറിയ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് 2 വിമൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്തൊക്കെയാകാം? 2 വിമൺ ആകാം, 1 മെൻ ആകാം. ഇനി അല്ലെങ്കിൽ 3 എന്താകാം? വിമൺ ആകാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 വിമൺ, 2 വുമൺ ഉണ്ടായാൽ മതി. അതിൽ 2 വുമണും 1 മെന്നും ആകാം. ഇനി അല്ലെങ്കിൽ 3 എന്താകാം? വിമൺ ആകാം. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് രണ്ടും പ്ലസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് 2 വിമൻ ആൻഡ് എന്ത് വരും? 1 മെന്. അല്ലെങ്കിൽ ഓർ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് 3 വുമൻ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, 2 വിമൻ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഇത് രണ്ടുമാണ്.
അപ്പൊ ഈ ഓർ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് പ്ലസ് ആണ് ചെയ്യാം. അതായത് ഇവിടെ മാറ്റി വരുന്ന നോക്കിക്കോ നിങ്ങൾ. ഇവിടെ എന്ത് വരും? ഇതിനെ പ്രോബബിലിറ്റി ഓഫ് 2 വിമൺ ആൻഡ് 1 മാൻ എന്നുള്ളത് എങ്ങനെ എഴുതും? 2 വിമൺ ആണ്. അതായത് മൊത്തം വിമൺ എത്രയാണ്? 3 ആണ്. ഇതിൽ നമ്മൾ 2 വിമൺ എടുക്കുന്നു. ആൻഡ് വരും നമ്മൾ ഇൻറ്റു ആണ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഇനി 1 മെൻ എടുക്കുന്നു. 1 മെൻ എടുക്കുന്നു. ടോട്ടൽ മെൻ എത്രയാണ്? 4 ആണ്. അതിൽ നിന്നും 1 മെന്നെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എടുക്കുന്നു. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഓർ വരും നമ്മൾ പ്ലസ് ആണ് ചെയ്യുക. ഇനി 3 വിമൺ ആണ്. 3 വിമൺ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിമൺ എത്രയാണ്? 3 ആണ്. അതിൽ നിന്നും 3 വിമണിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ പോസിബിൾ ഔട്ട്കം. ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ്? 7 ആണ്. 7C3 എന്ന് വരും. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നിനെയും വർക്ക്ഔട്ട് ചെയ്യണം. ആദ്യം നമ്മൾ 3C2 വർക്ക്ഔട്ട് ചെയ്യുന്നു. എങ്ങനെ വരും? 3 ഫാക്ടോറിയൽ 2 സ്ഥാനം വരെ 3 into 2. ഇനി 2 ഫാക്ടോറിയൽ 2 into 1. 2 വെട്ടിപ്പോകുന്നു. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇനി 4C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ആൻസർ? 4 തന്നെയാണ് വരിക. 4 divided by 1 4 തന്നെയാണ് വരിക. ഇനി 3C3 ആണ്. 3C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? 1 ആണ് ആൻസർ വരിക. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടും സെയിം ആണെങ്കിൽ 1 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി ഇവിടെ എന്തുകൂടെ കാണണം? 7C3 കാണണം. 7 into 6 into 5 ഡിവൈഡ് ബൈ 3 into 2 into 1. ഓക്കെ, ഇവിടെ 2 6 വെട്ടുന്നു. 3 into 2 6, 3 വെട്ടുന്നു എന്ന് പറഞ്ഞാൽ 7 into 5 ആൻസർ എത്ര കിട്ടും? 35 എന്ന് കിട്ടും. ഇതിലേക്ക് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നു. 3C2 എന്ന് പറയുന്നത് എത്രയായിരുന്നു കിട്ടിയത്? 3C2 എന്ന് പറയുന്നത് 3 ആയിരുന്നു. അപ്പൊ 3 into 4C1 എത്രയാണ് കിട്ടിയത്? 4 ആണ്. ഓക്കെ, ഇനി പ്ലസ് 3C3 എത്രയാണ് കിട്ടിയത്? 1 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? 35 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഈ സീക്കൽ ടു ഇനി ഇങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്. ഈ സീക്കൽ ടു എങ്ങനെ വരും? 3 into 4 12 plus 1 divided by എന്ത് വരും? 35. That is equal to 13 divided by 35 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ തന്നിട്ടുള്ളത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 വിമൺ ആണ്. അറ്റ്മോസ്റ്റ് 2 വിമൺ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റ്മോസ്റ്റ് 2 വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 2ൽ കൂടുതലാകാം. അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത് പരമാവധി 2 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 വിമൺ ആകാം, അല്ലെങ്കിൽ 1 വിമൺ ആകാം, അല്ലെങ്കിൽ തീരെ വിമൺ ഇല്ലാത്ത രൂപത്തിലും ആകാം. ഓക്കെ, അപ്പൊ ഈ 3 രൂപത്തിലും എന്ത് ചെയ്യും? ഇവിടെ വരും. ഓക്കെ, അപ്പൊ അവിടെ 2 വിമൺ ആണെങ്കിൽ എങ്ങനെ വരും? 2 വിമൺ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 വിമൺ ആൻഡ് എന്തായിരിക്കും? 2 വിമൺ ആൻഡ് 1 മെൻ ആയിരിക്കും. 2 വിമൺ ആണെങ്കിൽ ബാക്കി ഒരാൾ ആരായിരിക്കും? മെൻ ആയിരിക്കും. ഇനി ഓർ 1 വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എന്തായിരിക്കും? 1 വിമൺ ആൻഡ് എന്തായിരിക്കും? ഒരാൾ 2 പേർ ആരായിരിക്കും? മെൻ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ ഓർ എന്താണ്? നോ വിമൺ ആണ്. നോ വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് 3 മെൻ ആയിരിക്കും. മൊത്തം മെൻ ആയിരിക്കും. ഈ 3 രൂപത്തിൽ ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓറിട്ടതൊക്കെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അത് ഓർമ്മിച്ച് കൊള്ളുക. അതേപോലെ ആൻഡ് കൊടുത്തതൊക്കെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ, കോമ്പിനേഷൻ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുന്നു. പ്രോബബിലിറ്റി ഓഫ് 2 വിമൺ ആൻഡ് 1 മാൻ. 2 വിമൺ. ഓക്കെ, മൊത്തം എത്രയാണ് വിമൺ ഉള്ളത്? 3 ആണ്. അപ്പൊ എങ്ങനെ വരും? 3C, അതിൽ 2 പേരെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. ഇനി 1 മെൻ ആണ്. 1 മെൻ, മൊത്തം എത്ര മെൻ ആണുള്ളത്? 4 ആണ്. ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലെ? ഓക്കെ, 2 വിമൺ എന്ന് പറയുമ്പോൾ അതിൽ മൊത്തം വിമൺ 3 ആണ്. അപ്പൊ നമ്മൾ ആ 3 എടുക്കുന്നു, അതിൽ 2 പേരെ സെലക്ട് ചെയ്യുന്നു. ഇൻറ്റു 1 എന്താണ്? മെൻ ആണ്. 1 മെൻ എന്ന് പറയുന്ന ടോട്ടൽ മെൻ 4 ആണ്. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഇനി ഓർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കും? നമ്മൾ പ്ലസ് കൊടുക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് എന്തായിരുന്നു? 1 വിമൺ ആണ്. 1 വിമൺ എന്ന് പറയുമ്പോൾ നമ്മൾ 3 പേരിൽ ഒരാളെ എടുക്കുന്നു. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യും. ഇനി 2 മെൻ ആണ്. 4 പേരിൽ നമ്മൾ 2 പേരെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തത്.
ഇനി ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം. ഇനി പ്രോബബിലിറ്റി ഓഫ് 3 men ആണ്, അതായത് മൊത്തം 4 പേരിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ 3 പേരെയും മെന്നിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മളെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7C3 എന്ന് വരും. ഓക്കെ, ഇതേ രൂപത്തിലാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ ഓരോന്നിനെയും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആദ്യം എന്ത് ചെയ്യുന്നു, 3C2 കാണുന്നു. 3C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും, 3 രണ്ട് പ്രാവശ്യം 3 into 2 2 into 1 3 2 വെട്ടിപ്പോകുന്നു. അപ്പൊ ആൻസർ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ഇനി 4C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തന്നെയാണ്. 4C1 4 തന്നെയാണ്. വേണമെങ്കിൽ ഇവിടെ എഴുതിയേക്കാം 4C1 is equal to 4 ആണ്. ഓക്കെ, ഇനി 3C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. 3 ഡിവൈഡ് ബൈ 1 ആണ്, 3 തന്നെ കിട്ടും. ഇനി 4C2 ആണ് കിട്ടേണ്ടത്. 4C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 3 രണ്ട് പ്രാവശ്യം എടുക്കുന്നു. 2 into 1 2 4 വെട്ടിപ്പോകുന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഇനി 4C3 കാണണം. 4C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും, 4 into 3 into 2 ഡിവൈഡ് ബൈ 3 into 2 into 1. അപ്പൊ 3 2 വെട്ടിപ്പോകുന്നു. അപ്പൊ ആൻസർ ഇവിടെ എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി 7C3 കാണണം. 7C3 എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത്, 7 into 6 into 5 ഡിവൈഡ് ബൈ 3 into 2 into 1. ഈ 2 3 6 വെട്ടുന്നു. അപ്പൊ 3 into 2 6 3 3 വെട്ടുന്നു. അപ്പൊ എത്ര കിട്ടും, ആൻസർ 35 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതായത് എങ്ങനെ വരും, 3C2 എത്രയായിരുന്നു, 3 ആണ്. ഇൻറ്റു 4C1 എത്രയാണ്, 4 ആണ്. ഓക്കെ, പ്ലസ് 3C1 എത്രയാണ് കിട്ടിയത്, 3 ആണ്. ഇൻറ്റു 4C2 എത്രയാണ് കിട്ടിയത്, 6 ആണ്. പ്ലസ് ഇനി ഇവിടെ എന്ത് വരുന്നു, 4C3 എന്ന് പറയുന്നത് 4 ആണ്. ഡിവൈഡ് ബൈ എങ്ങനെ വരും, 35 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. 3 into 4 12 പ്ലസ് 3 into 6 18 പ്ലസ് 4 ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 35 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇതിന്റെ ബാലൻസ് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. 12ഉം 18ഉം കൂട്ടി കഴിഞ്ഞാൽ 30 പ്ലസ് 4 എത്ര കിട്ടും, 34 ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 35 എന്ന് കിട്ടും. 34 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനായിട്ട് എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക്